ഫോട്ടോഷോപ്പിൽ കളർ ഗ്രേഡ് ചെയ്യാൻ നേരത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ക്യാമറ റോ ഫിൽറ്റർ എന്നുള്ളത്. പക്ഷേ അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് ഫോട്ടോഷോപ്പ് കുറച്ച് പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് സാധാരണയായിട്ട് ഒരുപാട് പേരൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഉപയോഗിക്കുന്നവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ ഫോട്ടോഷോപ്പിലോട്ട് ഈ ഫോട്ടോ ഒന്ന് വലിച്ചിടുക. അതിനുശേഷം Ctrl+J അടിച്ച് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ തംബ്നെയിലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി മാറ്റുക. അതിനുശേഷം Ctrl+Shift+A പ്രസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഫിൽറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ റോ ഫിൽറ്റർ എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ വലത് വശത്ത് വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഈ താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതാണ് പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോഷോപ്പ് ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് പ്രീസെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങളുടെ ഇമേജിന് ഏത് സ്റ്റൈലായിരിക്കും മാച്ച് ആവുന്നതെന്ന് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇവിടെ സിനിമാറ്റിക് ഉണ്ട്, സിനിമാറ്റിക് 2 എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ഉണ്ട്, അതുപോലെ ഫുഡ്, ലൈഫ് സ്റ്റൈല്, ട്രാവൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഈ ട്രാവൽ എന്നുള്ളതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇവിടെ നോക്കി ഒരുപാട് പ്രീസെറ്റുകൾ TR11, TR12 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നേരെ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓരോ പ്രീസെറ്റിലും നിങ്ങൾ മൗസ് പോയിൻ്റ് കൊണ്ട് വയ്ക്കുമ്പോൾ ഇതുപോലെ മൗസ് പോയിൻ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രീസെറ്റുകൾ അപ്ലൈ ആവുന്ന കാണാൻ പറ്റും. മൗസ് പോയിൻ്റ് ജസ്റ്റ് കൊണ്ട് വെച്ചാൽ മതി, നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓരോ മൗസ് പോയിൻറ്റും ഓരോന്നിലിങ്ങനെ കൊണ്ട് വയ്ക്കുക, അപ്പം ഓരോന്നായിട്ട് വരണ കാണാം. ഞാൻ കൂടുതലായിട്ടും ഇതിന് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന സബ്ജക്റ്റ് ട്രാവൽ 2 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഇതിനകത്ത് വരുന്നത് മിക്കതും നമുക്ക് ഈ ഔട്ട്ഡോറിൽ ഗ്രീനിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്ഡോർ ഷൂട്ടിലൊക്കെ കൂടുതലായിട്ട് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള കുറേ പ്രീസെറ്റുകളാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് നിങ്ങൾക്ക് ബാക്കി പണി അല്ലാതെ എഡിറ്റ് ചെയ്യാൻ പറ്റും മാനുവലി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ TR11 എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതോടുകൂടി ഈ മുകളിൽ TR11 എന്ന് പറഞ്ഞിട്ട് ഒരു ബാർ ഇവിടെ വന്നിട്ടുണ്ടല്ലേ. ഈ ബാറിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ബാറാണ്, അതായത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമുക്കിതൊന്ന് കൂട്ടി നോക്കാം. ഇങ്ങനെ നോക്കി ഞാൻ വലതോട്ട് പിടിക്കും തോറും ഈ ഗ്രേഡിൻ്റെ, അതായത് ഈ ഗ്രേഡിങ് നല്ല രീതിയിൽ ഹൈയിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് വരും കണ്ടോ. ഗ്രേഡിങ് കുറഞ്ഞു വരും. അത് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ ചെയ്യാം. അതുകൊണ്ട് ഇതിനകത്ത് ഓരോ പ്രീസെറ്റും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഭയങ്കര വൾഗർ കളറാണൊക്കെ തോന്നിയാലും നിങ്ങൾ ഈ മുകളിലുള്ള ഈ ഒരു ബാർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനെ ഫൈനലൈസ് ചെയ്യാവൂ. കാരണം ചിലപ്പോൾ കടുത്ത കളറൊക്കെ കാണിക്കുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ ഇങ്ങനെ കടുത്തിരിക്കും, അപ്പോൾ നിങ്ങളത് വേണ്ടാന്ന് വയ്ക്കും. പക്ഷേ നമ്മളിത് കുറച്ചൊരു 100 ആ ഒരു ലെവലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യം മോശമില്ലാത്തൊരു ഗ്രേഡിങ് നമുക്ക് കിട്ടും. അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ. അത് ചെയ്ത് നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാവും. എന്നിട്ട് ഈ ടോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വേറെ പരിപാടികളുണ്ട്. അതായത് പോർട്രേറ്റ്, സ്കൈ, സബ്ജക്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ സ്കൈ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. നമുക്കിവിടെ ഓൾറെഡി ഒരു സ്കൈ ഉണ്ട്. അതിൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഇമേജിന് പറ്റുന്ന രീതിയിലുള്ളൊരു സ്കൈ ഇവിടെ വരും. ഓക്കെ, ഇതെനിക്ക് കുഴപ്പമില്ല. ഇത് മുമ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഈ നിയോൺ ട്രോപ്പിക്സ് എന്നുള്ള കളറൊക്കെ മുമ്പ് ഒരുപാട് നമ്മൾ ട്രെൻഡിങ്ങിൽ കിടന്നൊരു സംഭവമാണ്. ഇപ്പോൾ എല്ലാവരും നാച്ചുറൽ ആയിട്ടുള്ള കളറിലോട്ട് മാറി കേട്ടോ. ഞാൻ തൽക്കാലം ഇതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിലും ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും കണ്ടോ. അത് ഞാൻ ശകലം ഒന്ന് ഒരു പൊടിക്കൊന്ന് കുറച്ചിടുന്നു. ഓക്കെ, ഫൈൻ, ഇത്ര മതി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സബ്ജക്റ്റ് എന്ന് കാണാം. ഈ അഡാപ്റ്റീവ് സബ്ജക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാം പോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇമേജിലെ സബ്ജക്റ്റിനെ കുറച്ച് പോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുക എന്നുള്ളൊരു സംഭവമാണ്. നിങ്ങളിവിടെ നോക്കിക്കോ. ഇനി പോപ്പിൽ വെച്ചപ്പോൾ നോക്കിക്കോളൂ കണ്ടോ. ആ പോപ്പിൽ കൊണ്ട് വെച്ചപ്പോൾ സബ്ജക്റ്റ് മാത്രം ഒന്ന് ലൈറ്റ് കൂടി. അതുപോലെ വാം പോപ്പ് ഉണ്ട്, കുറച്ച് വാമായിട്ട് പോപ്പപ്പ് ആവും. ലൈറ്റ് ഉണ്ട്, വാം ലൈറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം ഈ ബാലൻസ് കോൺട്രാസ്റ്റ് എന്നുള്ള ഈ ഒരു സംഭവം ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ഈ മുകളിൽ വന്ന് ലെവൽസിൽ ശകലം ഒന്ന് കട്ട് ചെയ്യാണ്ടോ. നമുക്ക് ഒരുപാട് വേണ്ട, ഒരു ശകലം ഒന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കും. ഓക്കെ, ഫൈൻ. ഇത്രയാണ് ഞാനിപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ നേരെ ഏറ്റവും ടോപ്പിലൂടെ എഡിറ്റ് ഉണ്ട്. ഈ ഒരു എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് ഹൈലൈറ്റ് ഉണ്ട്. ഈ ഡ്രസ്സിൽ കുറച്ച് ഹൈലൈറ്റ് കയറി കിടപ്പുണ്ട്. നമുക്ക് ആ ഹൈലൈറ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ആ ഹൈലൈറ്റ് ഒന്ന് കട്ട് ചെയ്യട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. മറ്റേത് നമ്മൾ പ്രീസെറ്റ് ഉപയോഗിച്ചാണ് എല്ലാം ചെയ്തത്. ഇനി ജസ്റ്റ് ഞാനിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണേ.
നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. മുമ്പ് ഇരുന്നത് ഇങ്ങനെയാണ് മുമ്പ് ഇരുന്നത്. അതിന് നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത് ഇത് ഇങ്ങനെ ആക്കിയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇതൊന്ന് പരിചയപ്പെടുത്തി എന്നുള്ളതോട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.